പഴകുന്തോറും വീനിൻ്റെ വീര്യം കൂടുന്നു പറയുക. അതേപോലെയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്കേൻ്റെ ഇപ്പോഴത്തെ എല്ലാ ഫിലിംസും വൻ ഹിറ്റുകളാണ്. എല്ലാം ഡിഫറെൻറ്റ് മൂവീസാണ്. ബേസിക്കലി പൃഥ്വിരാജ് പറഞ്ഞ പോലെ മമ്മൂക്കേൻ്റെ ഇനിയാണ് ഏറ്റവും ബെസ്റ്റ് സിനിമകൾ വരാൻ പോകുന്നതെല്ലാം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. അതിനനുസരിച്ചിട്ട് പുള്ളിയുടെ പ്രൊഡക്ഷൻ കമ്പനികൾ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫിലിംസ് കൊണ്ടുവരുന്നത്. എന്തായാലും പുള്ളിക്കാരന് വിജയമെല്ലാം ആഘോഷിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും യങ്ങായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം പുള്ളിക്കാരൻ അദ്ദേഹം എൻജോയ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാറുമായിട്ടാണ്. മെർസിഡീസ് AMG A45 എന്ന് പറയുന്ന എസ് എന്ന് പറയുന്ന വേർഡുണ്ട്. ഈ ഒരു വേരിയൻറ്റിലൂടെയാണ് പുള്ളി ഇപ്പോൾ നമ്മൾ ഡ്രൈവിൽ പോകുന്നതും അതുപോലെ തന്നെ ലൊക്കേഷൻ വന്നിറങ്ങുന്നതെല്ലാം കാണുന്നത്. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാലും പുള്ളിക്കാരന് വേണ്ട സ്പെഷ്യൽ മാഗ്മ ഓറഞ്ച് എന്നുള്ള റിസർവ് ചെയ്തിട്ടുള്ള പുള്ളിക്കാരന് മാത്രം റിസർവ് ചെയ്തിട്ടുള്ള കളറിൽ സ്പെസിഫിക്കലി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് മമ്മൂക്ക ഉപയോഗിക്കുന്നത്. സോ ആ മമ്മൂക്കയുടെ വണ്ടി നമുക്ക് ഏതെങ്കിലും ചിലപ്പോൾ റിവ്യൂ കിട്ടില്ല. പക്ഷേ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മെർസിഡീസ് AMG A45 S ആണ് നമ്മളിന്ന് കൊണ്ടുവന്നത്. സോ ഓൾ മൈ ഫ്ലൈവേലേഴ്സ്, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. മെർസിഡീസ് ബെൻസ് വോളിയം ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് A ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഫസ്റ്റ് കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ ആയിരുന്നില്ല കേട്ടോ. അതൊരു ടോൾ ബോയ് ഡിസൈനോട് കൂടി വന്നിരുന്ന ഒരു ഹാച്ച് ബാക്ക് ആയിരുന്നു. അന്ന് അവരത് വലിയൊരു എന്താ പറയുക സെൻസേഷനായിട്ടായിരുന്നു ഇറക്കിയിരുന്നത്. കാരണം അവർക്ക് അന്നില്ലാത്തൊരു സെഗ്മെൻറ്റ്, അതുപോലെ തന്നെ അന്ന് ഒരു ചെറിയൊരു കോൾഡ് വാർ ഫോക്സ് വാഗനും മെർസിഡീസും തമ്മിലുണ്ടായിരുന്നൊരു സമയത്താണ് ആ ഒരു വണ്ടി വന്നിരുന്നത്. അപ്പോൾ അവർ മെയിൻലി ഒരു ജനകീയമായൊരു ഗാനം, എന്നാൽ ജനകീയമാണെങ്കിലും ലക്ഷറി എന്നുള്ളൊരു എലമെൻറ്റ് മെർസിഡീസിൻ്റെ ഭാഗമാണ്. അത് ഒഴിവാക്കാത്ത രീതിയിൽ തന്നെ അവരത് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അതിന് വലിയൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്ന ഒരു യൂറോപ്യൻ ക്രാഷ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അത് ഫ്ലിപ്പായി. അപ്പോൾ അതോടുകൂടി അതിന് വലിയൊരു ഡ്രോബാക്ക് ഉണ്ടായി. കുറേ ആൾക്കാർ വലിയൊരു എക്സൈറ്റ്മെൻറ്റിൽ വന്നിരുന്ന വേറെ യുണീക്കായ ഡിസൈനിൽ വന്നിരുന്ന വണ്ടിയിലാണെങ്കിൽ കുറേ ആൾക്കാർ അതിന് പിന്മാറി, കുറേ ആൾക്കാർ പിന്നെ അത് വിട്ടു നിന്നു. പക്ഷേ അത് ഇമ്പ്രൂവ് ചെയ്തെല്ലാം വന്നെങ്കിലും ആ ടോൾ ബോയ് ഡിസൈൻ സെക്കൻഡ് ജനറേഷനിൽ കണ്ടുനിന്നിരുന്നു. പക്ഷേ പിന്നീട് ഡ്രാസ്റ്റിക് ചേഞ്ച് അവർ കൊണ്ടുവന്നു. അങ്ങനെ വന്നിരുന്ന ഒരു പുതിയ ഷേപ്പിൽ വന്നിരുന്ന മോഡലിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വന്നിരിക്കുന്ന A ക്ലാസ്. ഇപ്പം ഏറ്റവും ഡിസൈറബിൾ ഹോട്ട് ഹാച്ച് എന്ന് വിളിക്കാവുന്ന ഒരു വണ്ടിയാണ് പുതിയ A ക്ലാസ്സിന്, എസ്പെഷ്യലി ഈ ഒരു AMG വേരിയൻറ്റ്. നമ്മൾ അറിയുന്ന പല ഹോട്ട് ഹാച്ചുകളുണ്ട്, ഫോക്സ് വാഗൻ ഗോൾഫ് GT പോലുള്ള കാറുകൾ. അതിനെല്ലാം കോമ്പീറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു ത്രെട്ടായി നിന്ന് വന്നൊരു മോഡലായി മാറി പിന്നെ ഈ AMG A45. അതാണ് ഇപ്പോൾ നമ്മൾ മെഗാസ്റ്റാർ നമുക്ക് ഉപയോഗിക്കുന്നത് ഡെയിലി കാറായിട്ട്. അങ്ങനെ പുള്ളി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ പുള്ളിക്കാരന് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എത്ര ലക്ഷറി വണ്ടി ഉണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള പുള്ളിക്കാരൻ ഡ്രൈവ് ചെയ്യുന്നതാണ് കൂടുതൽ. അതിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കുമ്പം S ക്ലാസും അതുപോലെ തന്നെ മാബാക്ക് GLS ഉണ്ട്, ഇപ്പം റേഞ്ച് റോവർ ഉണ്ട്. ഇതിലെല്ലാം പുള്ളിക്കാരൻ ഇടയ്ക്ക് റിയർ സീറ്റിൽ വന്നിരുന്ന് കാണുന്നുണ്ടെങ്കിലും ഇടയ്ക്കിൽ ഓടിക്കുന്ന കാണാറുണ്ട്. പക്ഷേ കൂടുതൽ നമ്മൾ കാണാറുള്ളത് പുള്ളിക്കാരൻ G63 ഓടിക്കുന്നുണ്ട്, ഡിഫൻഡർ ഒരുപാട് ഓടിക്കുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ കാണുന്നതാണ് A45. അതിൻ്റെ ഇടയ്ക്ക് ഗോൾഫ് GT പോളോ GT അത് ഓടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കുള്ള ഒരു ഡേ ടു ഡേ കാർ, ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ്, അതാണ് A45 എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പുള്ളി അത് സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളിയുടെ നേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണത്. പുള്ളി സ്റ്റിൽ ലവ് ടു ഡ്രൈവ്. ഇപ്പം റീസെൻ്റ്ലി കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒരു ഷൂട്ടിൻ്റെ സമയത്തെല്ലാം പുള്ളി പൂനെ വരെല്ലാം ഡ്രൈവ് ചെയ്ത് പോയി വന്നെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് എൻതൂസിയാസം ആണ് പുള്ളിയുടെ ഒരു മെയിൻ എലമെൻറ്റ്. അതാണ് നമ്മളെല്ലാം പോലുള്ള ആൾക്കാരെയും എപ്പോഴും തെരഞ്ഞെടുപ്പിക്കുന്നത്. അതിന് പറ്റുന്ന ഒരു വണ്ടി എന്നാണ് A45. ഡിസൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ റെഗുലർ A ക്ലാസിൻ്റെ എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും AMGയുടെ എലമെൻറ്റ്സ് നമുക്ക് വെർട്ടിക്കൽ ഗ്രില്ലും ഈ ഒരു ബമ്പറിൻ്റെ ഡിസൈനിലും എല്ലാം കാണാം. പുതിയ വന്ന ഫേസ് ലിഫ്റ്റിലാണ് ഈ ചെറിയ ലൈറ്റിൽ വന്നത്. ഇത് ആക്ച്വലി ഫേസ് ലിഫ്റ്റ് മോഡലാണ്. പിന്നെ വന്നിരിക്കുന്ന AMGൻ്റെ വീൽസ് ഈ ഒരു വൈസ്പോക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അടിപൊളി വീലാണ്. പിന്നെ നമുക്ക് സ്കേർട്ടിങ്സിലും കാണാം. റിയറിലേക്ക് വരുമ്പം റൂഫ് സ്പോയിലർ ആണെങ്കിലും റിയർ സ്പോയിലേഴ്സിലും എല്ലാം വന്നിരിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം AMG എലമെൻറ്റ്സ് ക്വാഡ് എക്സോസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ അവർ വളരെ ഒരു തോട്ട്ഫുള്ളായിട്ട് AMGയുടെ മോഡലിൽ മാത്രമാണ് A ക്ലാസ് ഹാച്ച് ബാക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ A ക്ലാസ് ലിമോ ആണുള്ളത്. കാരണം പ്രാക്ടിക്കലി നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനത്തെ ചെറിയ വണ്ടികൾക്ക് ഒരു ബൂട്ടും കൂടെ ഉണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ ആവുള്ളൂ. ഈ പ്രാക്ടിക്കാലിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ AMGൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ഇതിനുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ഉപയോഗിക്കുന്ന ഈ ചെറിയ തേരുന്ന 306 കുതിരശക്തിയുള്ളത് ഹോഴ്സ് പവർ, അതാണ് ശരിയായ പ്രയോഗം. HP എന്ന് പറയുന്നത്
ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് AMG പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിന്. 306 HP 400 Nm ടോർക്കുള്ള. അതുപോലെ തന്നെ ഇതിനോട് മീറ്റ് ചെയ്തുള്ള 9 സ്പീഡ് ഡബിൾ ക്ലച്ച് ഗിയർ ബോക്സ് ആണ്. വലിയൊരു ടർബോ പുതിയ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ഇതിന് ഇലക്ട്രിക് പവറും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൈബ്രിഡ് ആണ്. 13 HP മോർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്, അതൊന്നും പറയേണ്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഹാൻഡ് ക്രാഫ്റ്റ് ഈ എഞ്ചിനിൽ പണിയെടുക്കുന്നവർ എന്തായാലും പെടും. ഒരു ഇഞ്ച് സ്ഥലം എവിടെയും വിട്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ മെക്കാനിക്സിന് അത്യാവശ്യം നല്ല ടാസ്ക് ആയിരിക്കും. അതിന് വേണ്ടി വരില്ല, അത്രയും പെർഫോം ചെയ്യുന്ന ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എഞ്ചിനാണ് അത്. സോ ദിസ് ഇസ് ലൈക്ക് ഹാൻഡ് ക്രാഫ്റ്റഡ് ബൈ നഡാഡ് സ്പാക്കിക്. ഏതൊരു ജർമ്മനാണ്, എന്തായാലും പണിയെടുത്ത അടിപൊളി എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അമേസിങ് പെർഫോമൻസ്. ഇതാണ് മമ്മൂക്കയുടെ മെഷീൻ. ഇങ്ങനെ ഫൺ ചെയ്യാൻ പറ്റുന്ന, ഫണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അമേസിങ് ബേബി ബീസ്റ്റാണ് AMG A45S. ഇത് നമ്മൾ ഇതിൻ്റെ ഡ്രൈവ് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ നാട്രാക്സിൽ വെച്ചിട്ട് സ്പീഡ് ട്രാക്കിൽ വെച്ച് നമ്മൾ ഇതിൻ്റെ ഒരു ഡ്രൈവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ശരിക്കും ഇതിൻ്റെ സ്പീഡും കാര്യമെല്ലാം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം പുതിയൊരു വണ്ടിയാണ്, 2500 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല മോഡ്സും ഓപ്പൺ അപ്പ് ആയിട്ടില്ല. ഇപ്പോൾ ഡ്രിഫ്റ്റ് മോഡലും ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം പുഷ് ചെയ്യാത്തത്. വളരെ പുതിയ വണ്ടിയാണ്, മീഡിയ വണ്ടിയാണ്, ശരിയാണ്, നമുക്ക് പുഷ് ചെയ്യാനെല്ലാം തന്നിട്ടുള്ള വണ്ടി. എന്നാലും എൻ്റെ ഉള്ളിലുള്ള ഒരു വാഹനപ്രേമി എപ്പോഴും വാഹനത്തിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഇത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പുഷ് ചെയ്യാൻ നിൽക്കാത്തത്. ആക്ച്വലി ഇന്ന് ഒരു എന്തെങ്കിലും ഒരു ഫണ്ട് ഡോണട്ടോ ഡ്രിഫ്റ്റോ എല്ലാം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നമുക്ക് വേറെ ദിവസത്തിലാവാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും മെർസിഡീസിന് വണ്ടി കിട്ടും. ഒരു കാര്യമുള്ള എപ്പോഴും ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. അത് ഗ്രൗണ്ട് ക്ലിയറൻസ് ലോ ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഓരോ ഹമ്പും എൻകൗണ്ടർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ചെറിയൊരു ഹമ്പായിരുന്നു, അതുകൊണ്ട് തന്നെ അത്ര അത് പേടിക്കാനില്ല. പക്ഷേ വലിയ ഹമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ശ്രദ്ധിച്ച് തന്നെ എടുക്കുകയുള്ളൂ. ഫുള്ള് ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ അടി തട്ടും. എന്താണ് അടി തട്ടും? നാട്ടിലെ റോഡിലാണെങ്കിൽ ഒരുപാട് വെട്ടും ഹമ്പുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ശ്രദ്ധിച്ചെടുത്താൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു ആസ്പെക്റ്റും ഡ്രോബാക്കുമാണ്. ഇങ്ങനത്തെ പെർഫോമൻസ് കാസിൽ ലോ ആയിരിക്കും. എനിവേ ഞാനിപ്പം നോർമൽ റോഡിൽ കയറുന്നതുകൊണ്ട് തന്നെ കംഫർട്ട് മോഡിൽ ഇടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ എഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഓൾറെഡി. എന്നാലും ഒരു കാര്യമുള്ളത് പ്രാക്ടിക്കാലിറ്റി. ഇപ്പം ഞാൻ പറഞ്ഞു വീണ്ടും നമുക്ക് തന്നെ കോട്ടയം, കാരണം പുള്ളിക്കാരൻ ഡെയിലി യൂസ് പോലെയാണ് ഈ വണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നേരത്തെ 6.97 വരെ മൈലേജ് കിട്ടി നോർമൽ ഡ്രൈവിൽ. ഇപ്പോൾ നമ്മൾ കുറേ നിർത്തിയിട്ടുള്ളപ്പോൾ ഒന്ന് 6 കുറഞ്ഞിട്ടുണ്ട്. 7 വരെ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു മൈലേജ് ഫിഗർ എന്ന് പറഞ്ഞതിൽ ശരിക്കും ഡെയിലി യൂസിൽ നല്ലൊരു ഫിഗറാണ്. നമ്മൾ വെറും എഫിഷ്യൻസി നോക്കിയിട്ടല്ലല്ലോ ഇങ്ങനത്തെ ഒരു വണ്ടി ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ സ്പോർട്ട് പ്ലസിൽ ഇടുമ്പോൾ കുറയുന്നുണ്ടാവും. ഞാൻ കംഫർട്ട് മോഡിലെ കാര്യമാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ പോകുന്ന കംഫർട്ട് മോഡിലാണ്. അപ്പോൾ ഈ ഒരു കാറിൽ നിന്ന് ഓടിക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു ചെറിയ കാറിൽ പോകുമ്പോഴുള്ളൊരു ഫീല് നോർമൽ മോഡിൽ കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ചൊരു ഹാർഡ് സസ്പെൻഷനാണ്. ചെറിയ വെട്ടോ ചെറിയൊരു ഹമ്പെല്ലുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് അറിയും. അത് ഇതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളൂ. അതല്ലാതെ സാധാരണ ഒരു അൾട്രാ കംഫർട്ടബിൾ കാറായിട്ട് കാണാൻ പറ്റില്ല. ഇങ്ങനത്തെ സസ്പെൻഷൻ മീൻ ചെയ്യുന്നതും അതാണ്. AMG ട്യൂൺ ചെയ്ത സസ്പെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും സ്റ്റിഫായിട്ട് നിൽക്കുക. പക്ഷേ ആ സ്റ്റിഫ്നെസ് നമുക്ക് ഡ്രൈവിൽ ശരിക്കും ഗുണം ചെയ്യും. ഞാൻ പലതവണ ആയിട്ട് A45 ഓടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയാം. ഇവിടെ മാത്രമല്ല പുറത്തും. അതുപോലെ തന്നെ എൻ്റെ ഡ്രൈവ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് AMGയിൽ ഞാൻ ഒരുപാട് ഓടിച്ചിട്ടുണ്ടായിരുന്നൊരു വണ്ടിയാണ് A45. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ ഡ്രൈവിങ്ങിൽ ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് വലിയൊരു കാര്യം. കാരണം ഇത് AMG ആയതുകൊണ്ട് തന്നെ മീൻ ചെയ്യുന്നതും അതാണ്. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന കംഫർട്ട് മോഡിലാണ്. കംഫർട്ട്, സ്പോർട്ട് പ്ലസ്, ഇൻഡിവിജ്വൽ, റേസ്, പിന്നെ ഇതിൽ സ്മോ മോഡും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഓരോ ത്രോട്ടിലാണ് നമുക്ക് ഇൻഡിവിജ്വൽ മോഡിൽ നമുക്ക് ഇഷ്ടമുള്ള രീതി സെറ്റ് ചെയ്യാം. ഇനി അതല്ല സ്പോർട്ടിലോ അല്ലെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, സ്നോയിൽ സെറ്റ് ചെയ്യാം. എന്നാൽ റേസിലും സ്പോർട്ട് പ്ലസിലും മോറോർലെസ് ലോക്ക്ഡാണ്.
അപ്പോൾ അത് ആ മോഡിൽ തന്നെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ റേസ് മോഡിലും സ്പോർട്ട് പ്ലസിലാകുമ്പോഴാണ് നമുക്ക് ഡ്രിഫ്റ്റും അതുപോലെ ലോഞ്ച് മോഡിലും കിട്ടുന്നത്. എന്നാലും നമുക്കൊരു കാര്യമുള്ളത്, സ്പോർട്ടിലും സ്പോർട്ട് പ്ലസിലും ആകുമ്പോഴാണ് എക്സോസ്റ്റ് നോട്ട് മാറുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ പോകുന്നത് നോർമൽ ഇതിൽ തന്നെ ചെറിയൊരു നോട്ട് വരുന്നുണ്ട്, കുറച്ച് റോഡ് നോയ്സ് കയറുന്നുണ്ട്, കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള കുറച്ച് വലിയ ടയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രിക്ഷനോടുള്ളൊരു കയറുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പോകുന്നത് കംഫർട്ട് മോഡാണ്. ഇപ്പോൾ സ്പോർട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ട്രാഫിക് ഉണ്ട്. ഇതാണ് സ്പോർട്ടിൽ കിട്ടുമ്പോഴുള്ള എക്സോസ്റ്റ്. ഇനി ഇതിനേക്കാളും കൂടുന്നത് സ്പോർട്ട് പ്ലസിലാണ്. പാം ബീച്ച് റോഡ് പഴയ പോലെയല്ല, ഇവിടെ ഒരുപാട് ക്യാമറാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കണം. സോ ഈ സ്പോർട്ട് പ്ലസ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ക്യാരക്ടർ ഫുള്ള് മാറുകയാണ്, പക്ക ഒരു ബീസ്റ്റായി മാറും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസമുള്ള സംഗതി. നമ്മൾ നോർമൽ റോഡിൽ പോവുകയാണെങ്കിലും പുഷ് ചെയ്യുകയാണെങ്കിലും ട്രാക്കിൽ പോവുകയാണെങ്കിലും എല്ലാം തന്നെ ഇതിൻ്റെ ക്യാരക്ടർ മാറും. നമ്മൾ പോക്കറ്റ് റോക്കറ്റിന് ഇനി ഇതിനെ വിളിക്കാൻ പറ്റില്ല, കാരണം വില കൊണ്ട് പോക്കറ്റ് റോക്കറ്റ് അല്ല. അപ്പോൾ ഏകദേശം 80 lakhs അടുത്ത് വില വരുന്ന വണ്ടിയാണ്. ഓൺ റോഡ് ആകുമ്പോഴേക്കും അതിന് അത്യാവശ്യം പ്രൈസ് വരും. പക്ഷേ പോക്കറ്റ് റോക്കറ്റ് സാധാരണ മീൻ ചെയ്യുന്ന ചെറിയതിൽ പെർഫോമൻസ് ചെയ്യുന്ന റോക്കറ്റ് എന്നുള്ള അതിന് ഇത് ബെസ്റ്റ് ചോയ്സ് തന്നെ, നോ ഡൗട്ട്. ഓ അടിപൊളി. പിന്നെ ഇതൊരു എയിം ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിലും ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. കുറച്ച് സ്റ്റിഫ് ആവുന്നുണ്ട് സ്പോർട്ട് പ്ലസിലാകുമ്പോൾ, പക്ഷേ അതിൻ്റെ ഒരു കൺട്രോൾ അമേസിങ്. സ്റ്റിയറിംഗ് വീല് തന്നെ ഇപ്പോൾ ഇത്രയും ഒരു അൽക്കൻഡാർ ലെതർ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഭാഗത്തുള്ള വലിയ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ നോബ്സിൽ ഡ്രൈവ് മോഡും അതുപോലെ തന്നെ ഇവിടെയുള്ള നോബ്സിൽ നമുക്ക് ഓരോന്ന് ഇൻഡിവിജ്വലി സെറ്റ് ചെയ്യാനും പറ്റും. സ്ക്രീനിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഓരോ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഫോർമുല 1 ഡ്രൈവേഴ്സിൻ്റെ ഒരു ഫീല് കിട്ടും. അങ്ങനെ വിചാരിച്ചിട്ട് റോഡിൽ ഓടിക്കേണ്ട, അങ്ങനെ ആകുമ്പം സംഗതി മാറും. പക്ഷേ ആ ഒരു ഫീല് കിട്ടും. ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ബട്ടണിൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ മോഡലും ഗിയർ, അതുപോലെ തന്നെ സസ്പെൻഷൻ, എക്സോസ്റ്റ് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഫീൽ ശരിക്കും AMG ഫീൽ, ആ മൈ ഗോഡ് എന്നുള്ള ഫീൽ ശരിക്കും ലഭിക്കുന്ന രീതിയിൽ മാറും. നമ്മൾ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് നമുക്കത് ഓടിക്കാം അല്ലെങ്കിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൻ്റെ പുറമെ ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് വരുന്നത്, ഇപ്പോൾ റോഡ് ഇപ്പോൾ ലൈൻ മാറുമ്പോൾ എല്ലാം തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടില്ലെങ്കിൽ ശരിക്കും പിടിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ അധികം നോക്കില്ല, അതായത് നമ്മൾ ഒരുപാട് പല വണ്ടിയിലും ടെസ്റ്റ് ചെയ്തു, പക്ഷേ അത് ആക്യുറേറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു അഡാസ് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ ആണെങ്കിലും സാധാരണ ഒരു A ക്ലാസ്സിൽ ഇപ്പോഴത്തെ പുതിയ മെർസിഡീസ് ന്യൂ ജനറേഷൻ എല്ലാ സ്മോൾ കാറിൽ വന്ന പോലെ തന്നെ വലിയൊരു സ്ക്രീനും റൗണ്ട് ആയിട്ടുള്ള എയർ വെൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷേ AMG ആയതുകൊണ്ട് AMGൻ്റെ ഒരു ഡിസൈൻ ഇവിടെ കാണാം നമുക്ക് ഡാഷിൽ. അതുപോലെ തന്നെ ഓപ്പൺ, അതുപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രിം ഉണ്ട്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ സ്റ്റിയറിംഗുള്ള ഈ ഒരു അൽക്കൻഡർ ലെതറും കാര്യങ്ങളാണ്. ഇതിൽ ഓരോ സംഗതി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കളേഴ്സ് ഓപ്റ്റ് ചെയ്യാം, ഇൻഡിവിജ്വലി നമുക്ക് ഒരുപാട് കളർ ഓപ്റ്റ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സീറ്റ് 1 piece ബാക്ക് റെസ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്, സ്പോർട്സ് സീറ്റാണ്. ഇത് യെല്ലോവും ബ്ലാക്കും ചേർന്ന കളറ്. പക്ഷേ നമുക്കില്ലാതെ പക്ഷേ ഇതിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ബ്ലാക്ക് തന്നെ വന്നിട്ടുള്ളൂ. യെല്ലോ വേണേൽ ആക്കാം, ഓറഞ്ച് ആക്കാം, റെഡ് ആക്കാം. നമുക്കിടെ കേസിൽ പുള്ളിക്കാരൻ സ്പെഷ്യലായിട്ട് ബ്ലാക്ക് തന്നെ ആക്കിയിട്ടുള്ള എനിക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഓരോ ഡീറ്റെയിൽസും സ്റ്റിച്ചിങ്ങും ഡബിൾ ടോണും എല്ലാം തന്നെ നമുക്ക് ഓരോന്നും ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ബോമസിൻ്റെ സൗണ്ട് സിസ്റ്റം ഉള്ളത്, അത് മെർസിഡീസിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള അടിപൊളി സൗണ്ട് സിസ്റ്റമാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഡ്രൈവിലൊന്നും ഒരു മ്യൂസിക് എൻജോയ് ചെയ്തിട്ടില്ല, കാരണം ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ് ശരിക്കും നമ്മൾ ആസ്വദിക്കുന്ന സൗണ്ട്. കുറച്ചെല്ലാം അത് സൗണ്ട് നമുക്ക് ആക്ച്വലി സ്പീക്കറിലൂടെ കേൾക്കുകയും ചെയ്യാം. പിന്നെ വലിയൊരു പാനോറമിക് സൺറൂഫ് ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ പൂട്ടി വെച്ചിരിക്കുക. നല്ല വെയിലുണ്ട് പുറത്ത്. സീറ്റ് ആണെങ്കിലും സർപ്രൈസിംഗലി നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളത്, പ്രത്യേകിച്ച് റിയർ സീറ്റ്. ഇന്നലെ ആക്ച്വലി ഞങ്ങൾ നന്ദു, കുനാൽ, എൻ്റെ വൈഫ്, ഞാൻ, പിന്നെ നിഷാദ്, നമ്മൾ 5 പേരുണ്ടായിട്ടും ഞാൻ ബാക്കിൽ നടുവിലിരിക്കേണ്ടത്, വൈഫ് പുറം, നിഷാദ് ഇരുന്ന്, മുമ്പിൽ 2 തടിയന്മാരെ നന്ദും കുനാലും ഇരുന്നിട്ടും എനിക്ക് ഇരിക്കാൻ പറ്റിയെന്നുള്ളത് ശരിക്കും റിയൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പ്രാക്ടിക്കലി നല്ലൊരു 4 സീറ്ററും കൂടിയാണ് A45. ഒരു വണ്ടി ഡേ ടു ഡേ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് ഇടയ്ക്ക് പൊളിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക്, ബഡ്ജറ്റ് ഉണ്ട് എന്നാൽ സൈസ് ഒന്നും വേണ്ട, കുറച്ച് കോമ്പാക്റ്റ് ആണോ എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് മെർസിഡീസിൻ്റെ AMG A45, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഇങ്ങനൊരു വണ്ടീൻ്റെ റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് ഇന്ത്യയിൽ ശരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു M2 ഉണ്ട്, പക്ഷേ അതൊരു സിഡാൻ ഫോമാണ്. M2 കണക്കിലെടുത്തില്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത്
ഇതാണ്. അത് എൻജോയ് ചെയ്യുകയാണെങ്കിൽ വേറെ തന്നെ ഫീലാണ്. പലരും എനിക്കറിയുന്ന പല ആൾക്കാരും ഇപ്പം ഇൻക്ലൂഡിങ് മെർസിഡീസ് ബെൻസിൻ്റെ തന്നെ ഡീലേഴ്സിലുള്ള ചില ഡീലർ പ്രിൻസിപ്പൾസും എല്ലാം തന്നെ സ്വന്തം ഉപയോഗിക്കാൻ വാങ്ങാൻ വെച്ചിട്ടുള്ളൊരു വണ്ടിയാണ്, ചിലർ വാങ്ങിയിട്ടുണ്ട്. അതാണ് A45. എന്നാലും നമുക്കിടെ ആ ഒരു ചോയ്സ് തെറ്റല്ല, നമുക്ക് ബോധ്യമാണ്. അപ്പോൾ അത് ഇത് കൂടെ ഡ്രൈവറോട് എനിക്ക് പ്രൂവ്ഡ് ആയിട്ടുണ്ട്. എന്നാലും മുപ്പര ചോയ്സ് മിക്കവാറും തെറ്റാറില്ല, നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് കോൺക്രീറ്റഡ് ആണ്. എനിവേ ഗ്രേറ്റ് കാർ, ഐ ലവ് ഇറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഡ്രൈവ് അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് കുറച്ചുകൂടി ട്വിസ്റ്റി റോഡും അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ട്രാക്കുകളും കൂടെ കിട്ടുകയാണെങ്കിൽ നല്ല പൊടി വിളിക്കാം. എന്നാലും ഒരു 5000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രിഫ്റ്റ് മോഡൽ ഓണാക്കി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ടൈം ബീയിങ് നിങ്ങളിത് എൻജോയ് ചെയ്ത് വരുന്നു. ഇതിൻ്റെ ഏതായാലും എക്സോസ്റ്റ് നോട്ടെല്ലാം അടിപൊളി തന്നെയാണ്. ഒന്നുകൂടി ഞാൻ കളിപ്പിച്ചു തരാം. അതിൻ്റെ മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിങ്.